അപ്പൊ അതുകൊണ്ട് സ്വലാത്ത് ഉറച്ചു ചെല്ലണം, നല്ല റാഹത്തിൽ സ്വലാത്ത് ചെല്ലണം. കാരണം സ്വലാത്ത് എന്ന് പറയുന്ന ഒരു സദസ്സിൽ നിന്ന് നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു പോയാലും പൂർണ്ണമായി പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് സ്വലാത്ത്. ഒരാൾ അറിയാതെ സദസ്സിൽ വന്നിരുന്ന് ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട് പകലന്തിയോളം വളരെ പ്രയാസപ്പെട്ട് പാടുപെട്ട് പല പാടത്തും പറമ്പിലും റബ്ബറും കാട്ടിലും അങ്ങനെയൊക്കെ ഓട്ടോറിക്ഷ ഓടിച്ചും അങ്ങനെ പല പ്രയാസങ്ങൾ സഹിച്ചും അങ്ങനെ വാതുണ്ട്. എന്തായിരുന്നാലും ചെറുമുക്കിലെ വാതിൽ ഇന്ന് വരണം, വന്നിരുന്നത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ അടുത്തിരുന്ന ആൾ പറഞ്ഞിട്ടാ പോകുന്നില്ലേ, കസേര പറക്കണം എഴുന്നേരെന്ന് പറഞ്ഞു. ആ സമയത്താണ് കണ്ണു തുറക്കുന്നത്. എന്നാലും ആ ഇരുന്നതിന്റെ പ്രതിഫലം ഉണ്ട്. ഇരുന്നതിന്റെ പ്രതിഫലം ഉണ്ട്. എന്താ പ്രതിഫലം എന്നറിയോ? 40 അനാവശ്യ സദസ്സുകളിൽ പങ്കെടുത്ത് പാപം പ്രവർത്തിച്ച ഒരാളിന് ഒരു ഇൽമിന്റെ സദസ്സ് പ്രായശ്ചിത്തമാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് 40 വളരെ മോശപ്പെട്ട സദസ്സിൽ പങ്കെടുത്ത ആളിന് ഒരു ഇൽമിന്റെ സദസ്സ് പ്രായശ്ചിത്തമാണ്. നിസ്സാരമല്ലത്. 40 അനാവശ്യ സദസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഗാനമേള, നാടകം, മോണോ ആക്ട്, മിമിക്രി, ഫാൻസി ഡ്രസ്, ടാബ്ലോ അടക്കമുള്ള സിനിമാറ്റിക് ഡാൻസ് അടക്കമുള്ള ആ സദസ് മാത്രമല്ല. നമ്മളൊരു 4 ആള് കൂടി ഒരു കടത്തുന്നതിലിരുന്ന് ഫസാദും ഫിത്തനയും പറഞ്ഞ ആ സദസ് ഉൾപ്പെടെ 40 അനാവശ്യ സദസ്സുകളിൽ പങ്കെടുത്ത് മലക്കിന് ജോലി ഉണ്ടാക്കിയ അങ്ങനെയുള്ള ഫസാദായ 40 സദസ്സിന് പ്രായശ്ചിത്തമാണ് ഒരു ഇൽമിന്റെ സദസ്സ്. ഭയങ്കര ലാഭം. ചിലപ്പോ നമ്മൾ നാളെ രക്ഷപ്പെടുന്നത് ഈ ഇരുത്തം കൊണ്ടായിരിക്കാം, നമ്മൾ രക്ഷപ്പെടുന്നത് ഈ പറച്ചിൽ കൊണ്ടായിരിക്കാം, ഈ സാന്നിധ്യം കൊണ്ടായിരിക്കാം. നിസ്സാരമായി കാണരുത്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ അതിൽ ഇഖ്ലാസ് വരണമെങ്കിൽ ഇത് മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. മൂല്യമുള്ളൊരു സാധനമാണ് ഭദ്രമായി വളരെ കെയർ ചെയ്ത് നമ്മൾ കൊണ്ടു നടക്കുന്നത്. എടുക്കാത്തൊരു നോട്ട് കൂടുതൽ ആരും സൂക്ഷിക്കാറില്ല. നല്ല മൂല്യമുള്ളൊരു മുത്തോ പവിഴമോ എത്ര ഭദ്രമായിട്ടാണ് നമ്മൾ അടച്ച് വൃത്തിയാക്കി സൂക്ഷിച്ച് അലമാരയുടെ ഉള്ളിൽ നമ്മൾ വെക്കുന്നത്. മൂല്യമുണ്ട്. അപ്പൊ ഈ സദസ്സിന് മൂല്യം നമ്മുടെ കൽബിൽ ആദ്യം തോന്നണം. പടച്ചവനെ, ഒരു ഇൽമിന്റെ സദസ്സാണ്. എന്റെ ഉടമസ്ഥനായ, ഉലകത്തിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തായ നാഥൻ എന്നെ നോക്കുകയാണ്, കാണുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ചിറകടിച്ച് സദസ്സിലേക്ക് വരികയാണ്. എനിക്ക് കാണാൻ കഴിയില്ല. എന്റെ അടുത്ത് മലക്കുകളുണ്ട്. 3x10⁸ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം. അതേ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്കുകൾ, ഹൈ പവർ മലക്കുകൾ. ആ മലക്കുകൾ എന്റെ പരിസരത്തുണ്ട്. അത്ഭുതങ്ങൾ വിരിയിക്കാൻ അവർക്ക് സാധ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള അത്ഭുതകരമായ ചിന്തയോടുകൂടി വേണം ഒരു ഇൽമിന്റെ സദസ്സിൽ നമ്മൾ പങ്കെടുക്കാൻ. ഞാൻ പറഞ്ഞു വന്നത് സയ്യിദുനാ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ പോരാ. ഒരു 20% സലാത്തിന്റെ സൂചി, ഒരു 50% ആകണം. ബാക്കിയുള്ളവരെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ആലോചിച്ചൊക്കെ, ഞാനൊരു പോയിന്റ് വന്ന് ശ്രദ്ധിക്കണേ. ഞാനൊരു പോയിന്റ് പറയുക. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് വളരെ അച്ചടക്കത്തോടെയും ശബ്ദം എത്രത്തോളം താഴ്ത്തി ചെല്ലാൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തി ചെല്ലിയാൽ മതി. നിങ്ങൾ ഒച്ച നോക്കിയൊന്നും വേണ്ട. അത് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കലല്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരികയാണ്. നിങ്ങൾ വെറുതെ ഇടങ്ങാറാവണ്ട, പതുക്കെ ചെല്ലിയാൽ മതി. എത്ര സ്വാതന്ത്ര്യമാണ് അവർക്ക്. പക്ഷെ പുരുഷന്മാരെ അങ്ങനെ വിടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അദ്കാറിലൂടെ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് ചെല്ലുന്ന ഭാഗത്തിൽ പുരുഷന്മാർ നല്ല ശബ്ദത്തിൽ സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്തിന്റെ ശബ്ദബീജികൾ എവിടെയെല്ലാം എത്തുന്നുവോ അവിടെയെല്ലാം റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് അലങ്കരിക്കപ്പെടും. ഒരു സ്വലാത്ത് ചെല്ലുന്ന സമയം തന്നെ 10 നന്മ അല്ലാഹു തആല നൽകും, 10 തിന്മ അല്ലാഹു മായ്ക്കും, 10 ദർജ അല്ലാഹു തആല ഉയർത്തും, 10 കാര്യങ്ങളെ അല്ലാഹു സാധിപ്പിച്ചു തരും. ഇങ്ങനെ അത്ഭുതങ്ങളുടെ പാരാവാരമാണ് ഒരു സ്വലാത്തിലുള്ളത്. ഞാൻ ഒരൊറ്റ പോയിന്റും കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയും പരിസരത്തും വീക്ഷിക്കുന്ന മുഴുവൻ ആളുകളോടും മറ്റൊരു പോയിന്റ് കൂടെ ഞാൻ പറയുന്നു. ഏതെങ്കിലും സഹോദര സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും സഹോദരന്മാർ ഈ വിനീതന്റെ വാക്കുകൾ വീക്ഷിക്കുന്നെങ്കിൽ അവർക്കും പ്രത്യേകമായ അഭിവാദനങ്ങളും ക്ഷണവും ഈ സദസ്സിലേക്ക് നൽകുകയാണ്.
ഇത് മതസൗഹാർദ്ദത്തിന് നല്ല തളിരിട്ട, നല്ല മതസൗഹാർദ്ദത്തിന്റെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കൊണ്ട് ഉല്ലേഖനം ചെയ്യപ്പെട്ട നാടാണ്. ഇവിടെ എല്ലാ മക്കളും, എല്ലാ സഹോദരങ്ങളും, എല്ലാ സഹോദരിമാരും, എല്ലാ അമ്മമാരും ഉമ്മമാരും ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ, ഒരമ്മയുടെ മക്കളെ പോലെ, ഒരു മാതാവിന്റെ മക്കളെ പോലെ സ്നേഹത്തോടെ സ്നേഹമസൃണമായി ഇടപെട്ടു പോകുന്ന സന്തോഷമുള്ള ഒരു മണ്ണാണ് ചെറുമുക്ക്. ഇതിപ്പോ നിങ്ങൾ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു സംഭവമാണ് ഞങ്ങളെയൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ എന്ന് നിങ്ങൾക്ക് വിചാരിച്ചെങ്കിൽ ഇവിടെ വരുന്ന പ്രവാചകന്മാർക്ക് പറയാൻ പറ്റുന്നതിനപ്പുറം ഈ നാടിന്റെ പൾസ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇരിഞ്ചയം മഹലിൽ വർഷം എത്ര ഞാൻ ഓർക്കുന്നില്ല, ഇരിഞ്ചയം മഹലിൽ ആ റോട്ടിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കടന്നു പോകണം. ഏത് റോഡാണ്? അപ്പുറത്തെ റോഡാണ്. ഒരു സ്റ്റെപ്പ് കയറിയിട്ട് എനിക്ക് അതൊന്നും ചോദിച്ചാൽ എനിക്ക് കിട്ടൂല. ഇരിഞ്ചയം മഹലിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഡിഗ്രി എടുത്തതിന് ശേഷം ചില മാസങ്ങൾ അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. 5 വർഷത്തോളം പോത്തൻകോട് വിനീതൻ പഠനം നടത്തിയിട്ടുണ്ട്. പലവട്ടം ഈ നാടുമായി ബന്ധം പല നിലക്കും ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്തോഷവും ഐക്യവും, ഈ രഞ്ജിപ്പും, ഈ സൗഹാർദ്ദവും അല്ലാഹു തആല എന്നും നിലനിർത്തി തീരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് അഅ്മാലുകളുമായി ബന്ധപ്പെടുന്നവരാ നമ്മൾ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു പോയിന്റും കൂടെ സലാത്തിനെ കുറിച്ച് ഞാൻ പറയും. അത് സലാത്ത് എല്ലാവരും ഉറച്ചു തരണം. ഒന്നുകൂടെ ചൊല്ലിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഇനി ചൊല്ലാത്തവരുണ്ടെങ്കിൽ അവരിവിടെ ഇരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. അവരെ കൽബിൽ ഹബീബിനോട് ഇഷ്ടം ഉണ്ടാവില്ല. അവരിയ്ക്കുന്നിടത്ത് റഹ്മത്തല്ല ഉണ്ടാവുക, ലഅനത്തായിരിക്കും. ഞാൻ പറഞ്ഞല്ല, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയ്ക്ക് പാത്രമായ ആളുകളായിരിക്കും അവർ. അതുകൊണ്ട് സലാത്തിനെ കുറിച്ച് ഒരു പോയിന്റും കൂടെ പറഞ്ഞ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം എന്താ അറിയോ, നമുക്ക് ഈ സദസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് 100% ഉറപ്പുള്ള അമലാണത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, മുഹമ്മദ് മുസ്തഫ. ആ അറ്റം മുതൽ ഈ അറ്റം വരെ പരിശുദ്ധ പ്രവാചകരുടെ മേൽ ഉറച്ചുറച്ച ആവേശത്തോടെ അനുരാഗത്തിന്റെ അലമാലകളുടെ അംശങ്ങളെ അന്തരാളത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് അനുരാഗത്തിന്റെ രാജകുമാരൻ പച്ചക്കുബ്ബയിലേക്ക് ഹൃദയത്തുടിപ്പിന്റെ രാജകുമാരനായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഉറച്ചു സ്വലാത്ത് ചെല്ലണം. ഞാൻ പറഞ്ഞത് അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആദ്യമായി പരലോകത്ത് ചോദ്യം ചെയ്യുന്ന അമൽ നമ്മുടെ നിസ്കാരമാണ്. അല്ലാഹു തആല കൃത്യമായി നിസ്കരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു കാരണവും ആ വിഷയത്തിന്റെ പേരിൽ പറയാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നു, ജീവിതത്തിൽ എത്ര കാലമായി നമ്മൾ നിസ്കരിക്കുന്നു? എത്ര കാലമായി നമ്മൾ നിസ്കരിക്കുന്നു? ഫർദും സുന്നത്തുമായ ഒട്ടനവധി റക്അത്തുകൾ, ഒട്ടനവധി വഖത്തുകൾ നമ്മൾ നിസ്കരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ജീവിതത്തിൽ നിസ്കരിച്ച ഒരു റക്അത്ത് നിസ്കാരം ഒരു വഖത്തല്ല, ഒരു റക്അത്ത് നിസ്കാരം അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് ചങ്കൂറ്റത്തോടെ ഉറപ്പു പറയാൻ പറ്റുന്ന ആരെങ്കിലും എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടോ? ഒരു റക്അത്ത് അല്ലാഹു, ഞാൻ കഴിഞ്ഞ വർഷം ആ റബീഉൽ അവ്വൽ അല്ലെങ്കിൽ കഴിഞ്ഞ റമദാനിലെ ഞാൻ ഒരു റക്അത്ത് നിസ്കാരം അല്ലാഹു എന്നെ സ്വീകരിച്ചു. ഉറപ്പ് പറയാൻ പറ്റുമോ? നമ്മുടെ ഒരു എവിഡൻസ് ഇല്ല, തെളിവില്ല. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രതീക്ഷിക്കണം, പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. പക്ഷെ ഉറപ്പിക്കാൻ നമ്മുടെ കയ്യിൽ കഴിവില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യദ്രി അഹദുൻ അഖ്ബലത് അംറുദത്. അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലേ, അവൻ ഉറപ്പിക്കാൻ തെളിവില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പകലം തീയോളം പടച്ചവന് വേണ്ടി പട്ടിണി കിടന്ന് നോമ്പെടുത്തവരാ. ഞാൻ ചോദിക്കുന്നു, ജീവിതത്തിൽ ഇത്രകാലം പുണ്യമായ റമദാനിന്റെ ഫർദ് നോമ്പടക്കമുള്ള പല നോമ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നോമ്പ് അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് ചങ്കൂറ്റത്തോടെ ഉറപ്പു പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? സദഖ കൊടുത്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഹജ്ജിന് പോയവരുണ്ട്, ഉംറയ്ക്ക് പോകുന്നവരുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ ഹജ്ജിന് പോകാൻ തൗഫീഖ് തരട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഹജ്ജിന് വേണ്ടി യാത്ര പോകുന്ന സമയം ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, എന്നും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല യാത്രയൊക്കെ സന്തോഷമാക്കി കൊടുക്കട്ടെ. നമുക്ക് അല്ലാഹു ഒരു തവണയെങ്കിലും ആ കുബ്ബ, പരിശുദ്ധമായ ആ കഅബയും പച്ച കുബ്ബയും ഒക്കെ ഒന്ന് കൺകുളിർക്കെ കാണാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ.
പോയവർക്ക് ഇനിയും മതി വരുവോളം പോകാൻ തൗഫീഖ് തരട്ടെ. ഇനി ഒരു പ്രാർത്ഥനയും കൂടെ ഞാൻ നടത്തും. ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യത്തിന്റെ തോതനുസരിച്ച് ആമീൻ പറയാൻ ഞാൻ എല്ലാവരെയും നിർബന്ധിക്കൂല. നിങ്ങൾക്ക് പ്രയാസാകണ്ട. അല്ലാഹു തആല പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇൽ അല്ലാഹു നമുക്ക് 6 അടി മണ്ണ് തരുന്ന അനുരാഗികളിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ജന്നത്തുൽ ബഖീ എന്ന് പറഞ്ഞാല് ചെറുമുക്ക് പള്ളിപ്പറമ്പിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പച്ചക്കുപ്പയുടെ പരിശുദ്ധമായ മദീനയുടെ പരിസരത്തുള്ള സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു നമുക്കതിന് അവസരം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് അഴിമാലുകളുമായി ബന്ധപ്പെടുന്നവരാ. പക്ഷെ ഇതൊന്നും അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഭൂമിയുടെ പുറന്തലിയിൽ 100% അള്ളാഹു തആല സ്വീകരിക്കുമെന്ന് ചങ്കൂറ്റത്തോടെ ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരേ ഒരു അമൽ അള്ളാഹുവിന്റെ ഭൂമിയിലുണ്ട്. രണ്ടാമതൊരു അമലില്ല. ഏതാണ് ആ അമലെന്നറിയുമോ? ഇന്നല്ലാഹ وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരനായ, അനന്ത വിശാലമായി വിഹായസിനെ പടയ്ക്കാൻ കാരണക്കാരനായ, പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള പ്രവിശാലമായ ഭൂഗോളത്തെ പടയ്ക്കാൻ കാരണക്കാരനായ, അമ്പര ചുംബികളായ പർവ്വതങ്ങളെയും ആ പർവ്വതങ്ങളുടെ അടിവാരത്തിലൂടെ കളകളാരവം മുഴക്കി വരുന്ന അരുവികളെയും ആർത്തിരമ്പി വരുന്ന അലമാല തിരമാലകളെയും കോടിക്കണക്കിന് അത്ഭുതങ്ങളെയും അലമാലകളുടെ അടിത്തട്ടിലുള്ള കോടാനകോടി അത്ഭുതങ്ങളെയും ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള മുഴുവനും പടപ്പുകളെയും പടയ്ക്കാൻ കാനനങ്ങളെ, കാട്ടാറുകളെ, കാട്ടരുവികളെ, കാട്ടാനകളെ, കാട്ടുമൃഗങ്ങളെ, ലോകത്തിലുള്ള ചേതനവും അചേതനവും ഗോചരവുമായ സർവവസ്തുക്കളെയും പടയ്ക്കാൻ കാരണക്കാരനായ ആഖായ നാംദാർ താജ്ദാരെ മദീന നൂറെ മുജസ്സം സർക്കാരെ ദോ ആലം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് 100% അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് ഉറപ്പിക്കാം. വേറെ ഒരമലും 100% ഉറപ്പ് നമുക്കില്ല. നമ്മൾ ആഗ്രഹിക്കണം, ദ്വാരക്കണം. കാരണം ഒരുപാട് ശർത്തും ഫറദും കാര്യങ്ങളൊക്കെ അതിന് വേണം. സ്വലാത്തിനൊന്നും വേണ്ട. അതിന്റെ പ്രൊണൗൺസിയേഷൻ അല്ലാഹു നോക്കൂല. ചെല്ലുന്ന ആളിന്റെ ഇഖ്ലാസ് അല്ലാഹു നോക്കൂല. എന്തിനാ ചെല്ലുന്നത് നോക്കൂല, ഒന്നും നോക്കൂല. ഒരു അമുസ്ലിമായ മനുഷ്യന് സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്കും പ്രതിഫലമുണ്ട് പരലോകത്തിൽ. എന്റെ വാക്കല്ല. അദ്കിയ എന്ന് പറയുന്ന ചെറിയ നമ്മുടെ മുത്തഅല്ലിമീങ്ങളൊക്കെ ഓതുന്ന ചെറിയ ഗ്രന്ഥമുണ്ട്, ബൈത്തിന്റെ കിതാബ്. അതിന് ചെറിയ ശറഹുണ്ട്, കിഫായത്തുൽ തഖിയ. അതിൽ ഈ വിഷയം കാണാം. ആവട്ടെ. അപ്പൊ അത്രമേൽ ബഹുമാനമുള്ള ഒരു അമലാണ് സ്വലാത്ത്. അതുകൊണ്ട് ബോധപൂർവം ഞാൻ ആ സ്വലാത്തിനുള്ള അവസരങ്ങൾ ഒട്ടനവധി ഉണ്ടാക്കും. നിങ്ങൾ മുതലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ ഹബീബായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മടിയന്മാരുണ്ട് എന്ന് പറഞ്ഞ ചില ആളുകൾ വിചാരിക്കും ഞാൻ ഉസ്താദെ, അതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള പലരും ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ പഴയ ആള് അയ്യപ്പ ചാലമേലെന്ന് പറഞ്ഞ കണക്ക് ഞാൻ ചെല്ലൂല. ഞാൻ ഈ നാട്ടിലെ വലിയ തറവാടിത്തമുള്ള ആള്, ഞാൻ ഈ നാട്ടിലെ അത്യാവശ്യം സാമ്പത്തികമുള്ള ആള്, ഞാൻ ഈ നാട്ടിൽ അത്യാവശ്യം പൊളിറ്റിക്കൽ പവറുള്ള ആള്, ഞാൻ അത്യാവശ്യം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ആളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഈ റോഡിന്റെ സൈഡിൽ ഈ സ്റ്റേജിൽ വന്നിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് പുളിക്കും. അതൊന്നും അതിനുള്ള ശബ്ദമൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും എന്റെ പാർട്ടിയുടെ പരിപാടിയൊക്കെ ധർണയൊക്കെ വന്നു കഴിഞ്ഞാൽ സിന്ദാബാ സിന്ദാബാ തൊണ്ട പൊട്ടി ചോര വലിച്ചാലും ഞാൻ നിർത്തൂല. അതൊക്കെ വേറെ. പക്ഷെ സ്വലാത്തി എല്ലാം എന്റെ ശബ്ദമൊന്നും കിട്ടൂല എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ആളുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാള് സ്വലാത്ത് ചെല്ലാനായി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തേണ്ടത് ഹബീബായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്തയുള്ളവര് ഇവിടെ ഉണ്ടാവൂല. ഞാൻ പറഞ്ഞതാണ്. ചിലപ്പോൾ ഉണ്ടായാൽ അത് ചിന്തിച്ചുകൊണ്ട് സ്വലാത്തിന് ഊർജം കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. ഒന്നും കൂടി ഉറച്ചു ചെല്ലല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ധരണികൾ മുമ്പിൽ വെച്ചുകൊണ്ട് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ
3 ആയത്തുകൾ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു എടുക്കുകയ സലാസു ആയാത്തിൻ മഖറൂനത്തിൻ ബിസലാസ് ലാ തുഖബലു വാഹിദത്തുൻ മിൻഹാ ബിഗൈറിൽ ഉഖറ. ശ്രദ്ധിക്കണം, ഇനി അങ്ങോട്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? 3 ആയത്തുകൾ. ആ 3 ആയത്തുകളിൽ 3 വിഷയങ്ങളാ ഉള്ളത്. 3 ആയത്തുകളിൽ ഈ 2 വിഷയം വെച്ച് മൊത്തം 6 വിഷയങ്ങൾ. അങ്ങനെയുള്ള 3 ആയത്തുകൾ. ഓരോ ആയത്തിൽ 2 വിഷയം വീതം കോർത്തിണക്കിയിട്ട് 3 സ്ഥലങ്ങളിലായി 3 ആയത്തുകൾ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തുകളുടെ പ്രത്യേകത എന്താ? 2 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം എടുത്താൽ പറ്റൂല. 2 ഒന്നുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള 3 ആയത്തുകൾ ഏതാണ്? ഒന്നാമത്തെ ആയത്ത് അൽ-ഊലാ ഖൗലുഹു തആല അഖീമുസ് സ്വലാവാതു സക്കാ. നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. നമ്മുടെ വിഷയം അതല്ല. അതിന്റെ ആയത്ത് ഒന്നാമത്തെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഒരാള് സക്കാത്ത് മാത്രം കൊടുത്തു നിസ്കരിച്ചില്ല, അയാളുടെ സക്കാത്ത് അല്ലാഹുവിന് വേണ്ട. ഒരാള് നിസ്കരിച്ചു സക്കാത്ത് കൊടുത്തില്ല, അയാളുടെ നിസ്കാരവും വേണ്ട. അതാണ് 2 ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്. രണ്ടാമത്തെ ആയത്ത് അള്ളാഹുവിനെ വഴിപ്പെടണം. എനിക്ക് അള്ളാഹു മതി എന്ന് പറയാൻ പറ്റൂല. ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ആയത്താണ്, ഖുർആനിലെ ആയത്താണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇത്വാഅത്ത് ചെയ്യണം, വേണ്ടതുപോലെ പരിചയപ്പെടണം. രണ്ടാമത്തത്. മൂന്നാമത്തത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാ അനിഷ്കുറുലി വലിവാലിദൈക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ. ആരാ പറയുന്നത്? ഉടമസ്ഥനായ അല്ലാഹു പറയുന്നു, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ. വലിവാലിദൈക, എന്നോടുള്ള നന്ദി മാത്രം പോരാ, എനിക്ക് മാത്രം നന്ദി ചെയ്താൽ പോരാ. വലിവാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്യണേ. എത്ര ഗൗരവമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിഷയം. ഒരാള് ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഹറാമ് ചെയ്തില്ല, ഒരു കറാഹത്ത് ചെയ്തില്ല, പടച്ചവന് ഇഷ്ടമില്ലാത്ത ഒരു അനിഷ്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ടില്ല, ഒരു മോശത്തരവും ചെയ്തില്ല, ഒരു നിസ്കാരം ഖളാക്കിയിട്ടില്ല, ഒരു നോമ്പും മുടക്കിയിട്ടില്ല, ഒരു സക്കാത്തും മുടക്കിയിട്ടില്ല. അള്ളാഹുവിന് വേണ്ടിയിട്ട് സദാസമയവും സുജൂദിൽ കിടക്കുന്നവനാ. സപ്പോസ് ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കോ, ഒരുപാട് ഇബാദത്തുകളുമായി ബന്ധപ്പെടുന്ന ആള്. ചെയ്ത ഹജ്ജുകളുടെ എണ്ണം തന്നെ അറിയില്ല, ഉംറകളുടെ എണ്ണം തന്നെ അറിയില്ല, ഒരുപാട് അമലുകൾ ചെയ്യുന്ന ആള്. പക്ഷേ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ക്ഷേമാഐശ്വര്യങ്ങൾ അറിയാനുള്ള സമയം അയാൾക്ക് കിട്ടിയില്ല. ജീവിതത്തിന്റെ തിരക്കിലൂടെ കടന്നു പോയപ്പോൾ അവനാക്കി മാറ്റിയ പ്രിയപ്പെട്ട ഉമ്മാനെ കുറിച്ച് ചിന്തിക്കാൻ അവൻ മറന്നുപോയി. രോഗിയായ പ്രിയപ്പെട്ട പിതാവിനെ കുറിച്ച് ആലോചിക്കാൻ മറന്നുപോയി. വാപ്പയുടെ രോഗത്തെ കുറിച്ചോ, അവരുടെ കടത്തിനെ കുറിച്ചോ, അവരുടെ പ്രയാസത്തിനെ കുറിച്ചോ, അവരുടെ കണ്ണുനീരിനെ കുറിച്ചോ ചിന്തിക്കാനും മറന്നുപോയി പൊന്നുമോര്. എന്നാൽ നീ എത്ര വലിയ വിലായത്തിന്റെ ഉന്നതയിൽ കടന്നുപോയെന്ന് പറഞ്ഞാലും ഇല്ല ചെറുപ്പക്കാരാ, ഇല്ല പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ഇബാദത്ത് അല്ലാഹുവിന് വേണ്ട, നിന്റെ ഇബാദത്ത് അല്ലാഹുവിന് വേണ്ടാതെ നിന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, അനിഷ്കുറുലി വലിവാലിദൈക, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ. വലിവാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്യണേ. ഫമൻ ശക്കറല്ലാഹ തആല വലം യസ്കുർ ലിവാലിദൈ, ഒരാൾ അല്ലാഹുവിന് ഒരുപാട് ഇബാദത്ത് ചെയ്തു, പക്ഷേ വലം യസ്കുർ ലിവാലിദൈ, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്തില്ല. എന്നാൽ ലാ യഖ്ബലുല്ലാഹു ശുക്റഹു, അല്ലാഹുവിന് അവൻ ചെയ്ത ശുക്റുകൾ അല്ലാഹു കബൂലാക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടി ആ സ്വലാത്തിന്റെ ചാർജ് ഒന്നും കൂടി ഉയരട്ടെ. മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ചെല്ലുന്ന സലാത്ത് ഈ നിമിഷം തന്നെ മദീനത്തെത്തുകയാ. മലക്കുകളെ സദസ്സിൽ നിന്നും കൊണ്ടുപോവുകയാ. ചിറമുക്കിൽ അള്ളാഹുവിന്റെ ദീൻ പറയുന്ന സദസ്സിൽ നിന്ന് മലക്കുകളെ ചിറകടിച്ചു വന്ന് സലാത്തുമായിട്ട് മദീനത്തെ കുബ്ബയിൽ കൊണ്ടുപോയി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കും, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉപ്പമാരെ, പെങ്ങന്മാരെ, ഉമ്മമാരെ, അള്ളാഹുവിന്റെ റസൂല് ചോദിക്കയാ. ഹദീസിന്റെ പശ്ചാത്തലത്തിലാ പറയുന്നത്, ഈ സ്വലാത്ത് ചെല്ലിയവനാരാ, ഈ സ്വലാത്ത് ചെല്ലിയവളാരാ, ഈ സ്വലാത്തിന്റെ ഉടമസ്ഥനാരാ എന്ന് ഹബീബായ പ്രവാചകൻ ചോദിക്കുമ്പോൾ ആവേശമുള്ള സ്വലാത്തിനെ കൊടുത്തു വിട്ടോ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മൻ അർളാ വാലിദൈഹി ഫഖദ് അർളാ ഖാലിഖഹു. അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിക്കുന്നവരാണോ അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. പ്രപഞ്ചത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും പറയാൻ നാം ഉയർത്തിയിട്ടില്ലാത്ത സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മാതാപിതാക്കളെ ഒരാള് തൃപ്തിപ്പെടുത്തിയാൽ ഫഖദ് അർളാ ഖാലിഖഹു, അവന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ അവൻ തൃപ്തിപ്പെടുത്തിയിട്ടുള്ളത്. വമൻ അസ്ഖത ഖാലിദൈഹി, അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വിഷമിപ്പിച്ചാൽ, അവരെ വെറുപ്പിച്ചാൽ, അവരെ കോപിപ്പിച്ചാൽ, വാസ്തവത്തിൽ അവൻ ദേഷ്യം പിടിപ്പിച്ചത് ആരെയെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയട്ടെ, ഫഖദ് അസ്ഖത ഖാലിഖഹു, അവന്റെ റബ്ബിനെ അവൻ ദേഷ്യപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളോടുള്ള കടമയറിയാനും അറിഞ്ഞതനുസരിച്ച് പ്രവൃത്തി പദത്തിൽ പ്രതിഫലിപ്പിക്കുവാനും ആ പ്രതിഫലനം പരലോകത്തിൽ പ്രകാശിക്കുവാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞാൽ തീരൂല. ഹബീബായ പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് ചോദിക്കുന്നു, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, ഞാൻ വലിയ ഒരു പാപത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരട്ടെ. സഹാബികൾ സ്തബ്ധരായി, നിശബ്ദരായി. യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും 3 തവണ ചോദിച്ചു. ഗൗരവമുള്ള വിഷയം പറയുമ്പോൾ പ്രവാചകന്റെ ശൈലിയാ. 3 തവണ ചോദിക്കും, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ. എന്തിനാണ് ഒന്നാമത്തെ കേൾക്കാത്തവർ രണ്ടാമത്തെ പറയുമ്പോൾ കേൾക്കും? നീ 2 തവണ കേൾക്കാത്തവർ 3ാമത് എന്തായിരുന്നാലും ചെവിക്ക് ബാലൻസ് ഉള്ളവരായിരുന്നാൽ എന്തായിരുന്നാലും ശ്രദ്ധിക്കും. അതിനൊരുപാട് സൈക്കോളജി ലെവലുകളുണ്ട്. 3 തവണ പറയുന്നതിന് എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിൽ പ്രവാചകൻ പ്രയോഗിച്ചിട്ടുള്ള ചില വിഷയങ്ങളാണ്. അത് ഞാനിപ്പോ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. 3 തവണ പ്രവാചകൻ പറഞ്ഞു, വൻ പാപം, വലിയൊരു പാപം ഞാൻ പറഞ്ഞു തരട്ടെയോ? സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരും. ബീബായ പ്രവാചകൻ പറഞ്ഞു, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കലും അവരെ പ്രയാസപ്പെടുത്തലും അവരെ ബുദ്ധിമുട്ടാക്കലും വലിയ പാപമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യദ്ഖുലൂനൽ ജന്ന, ഒരു വിഭാഗം ആളുകളെ കുറിച്ച്, വലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, അല്ലാഹു അവരിലേക്ക് നോക്കൂല, അല്ലാഹു ശ്രദ്ധിക്കൂല. പരലോകത്തിൽ അവര് പരാജയപ്പെട്ട ആളുകളാ. അങ്ങനെയുള്ള ആളുകൾ ആരാണെന്നറിയുമോ സഹാബ? ഇങ്ങനെ ഒരുപാട് മാതാപിതാക്കൾ വെറുപ്പിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഇത് പറയുമ്പോ നമ്മൾ സാധാരണ ചിന്തിക്കും, മാതാപിതാക്കൾ 2 പേർക്കും ഒരേ പവറാണോ? സാധാരണ ഉമ്മയുടെ കാര്യം എടുത്തു പറയാറുണ്ടല്ലോ. വാപ്പയുടെയും ഉമ്മയുടെയും കാര്യം പുതിയ തലമുറ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥ അല്ലേ? ആർക്കാരാ പേടി തന്നിട്ടുള്ളത്? നിർഭയത്വമുള്ള വീട് എവിടെയാണ്? ഭയപ്പാടില്ലാത്ത വീട് എവിടെയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ പേടിയില്ലാത്ത ഉപ്പമാരെവിടെ, ഉമ്മമാരെവിടെ?
കുറ്റപ്പെടുത്താനല്ല, കുത്തി നോവിക്കാനല്ല, ഒന്ന് ചിന്തിക്കാൻ പറയാണ്. മക്കളെ, നിങ്ങൾ എത്ര നേടിയാലും ആ പ്രായം ചെന്ന പാവപ്പെട്ട മാതാപിതാക്കളെ പ്രാർത്ഥനയില്ലാതെ പടച്ചവന്റെ റഹ്മത്തിന്റെ കവാടം നിങ്ങൾക്ക് തുറന്നു തരൂല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭീമാപ്പള്ളിയില് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട പ്രായം ചെന്ന ഉമ്മ തിരമാലകളുടെ മുമ്പിൽ കടപ്പുറത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ കൊണ്ടിരിച്ചതാണ്. കുറെ സമയമായി, നട്ടുച്ചയായി, ഉമ്മായി കണക്കില്ല, ഉമ്മ അവിടെ തന്നെ. വൈകുന്നേരമായി, സായാഹ്ന സമയത്തോടെടുക്കും. അപ്പൊ നാട്ടുകാര് കുറെ നേരം കൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരു പ്രായം ചെന്ന ഉമ്മ ഇങ്ങനെ ആ കടൽ തീരത്തിരിക്കുന്നു, ഭീമാപ്പള്ളിയുടെ കടൽ തീരത്ത്. ഉമ്മ, നിങ്ങൾ എവിടുന്നാണ്? നിങ്ങളോടൊപ്പം വന്ന ആളുകൾ ഇവിടെ അല്ലേ? ഞങ്ങൾ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ ഇവിടെ ഒറ്റക്കിരിക്കുന്നു, എന്തു പറ്റി, എന്താണ് കാര്യം ചോദിക്കുമ്പോ ഉമ്മ പറയുന്നു, മക്കളെ, എന്റെ മോനുമായിട്ട് ഞാൻ വന്നതാണ്. എന്റെ മോൻ ഇന്നലെ എന്നോട് പറഞ്ഞു, ഉമ്മ നമുക്ക് നാളെ ഭീമാപ്പള്ളി പോവാം, എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഭീമാപ്പള്ളിയിലൊന്ന് വരണം. അപ്പൊ എന്റെ മോൻ ഇങ്ങനെ പറഞ്ഞപ്പോ, എന്തായിരുന്നാലും അൽഹംദുലില്ലാഹ് റാഹത്താണല്ലോ, എന്റെ മോനോടൊപ്പം വന്നതാണ്, എന്റെ മോനാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ട് മോനവിടെ, മോൻ പറഞ്ഞു ഇപ്പൊ വരും. അവൻ രാവിലെ അങ്ങോട്ട് പോയതാണ്, എന്തോ കാര്യത്തിന് പോയതാണ്. മക്കളെ പേടിക്കണ്ട, എന്റെ മോൻ ഇപ്പൊ വരും. അപ്പോഴും ആ ഉമ്മ പ്രതീക്ഷ വിട്ടിട്ടില്ല. പാവം പ്രായം ചെന്ന പാവപ്പെട്ട ഉമ്മ കടപ്പുറത്തിരിക്കുമ്പോ ആ പരിസരത്ത് തടിച്ചുകൂടിയ ആളുകൾ ആ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, മകൻ പോയപ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അല്ല, വരുന്ന സമയം പറഞ്ഞോ? അല്ലെങ്കിൽ എന്തിനാ പോയതെന്ന് പറഞ്ഞോ? എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞോ? മക്കളെ, ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്റെ കയ്യിൽ ഒരു ചെറിയ കടലാസിന്റെ കഷ്ണം എന്റെ കയ്യിൽ തന്നു. എന്തോ അതിൽ എഴുതിയിട്ടുണ്ട്, എനിക്കും എഴുത്തും വായന അറിയില്ല. അവന് വേണ്ട വിദ്യാഭ്യാസം ഞാൻ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒരു കടലാസിന്റെ കഷ്ണം പാവപ്പെട്ട പ്രായം ചെന്ന ഉമ്മയുടെ ചൊക്കിച്ചുളുങ്ങിയ കയ്യിൽ കൈവെള്ളയിൽ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. പരിസരത്തുള്ള ആളുകൾ ആ കൈവെള്ളം നോത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കൈവെള്ളയിലുള്ള കടലാസിന്റെ കഷ്ണം നിവർത്തിയപ്പോ അത് വായിച്ച ആളുകളുടെ കണ്ണ് നീരൊഴുകിപ്പോയി. എന്താണ് അതിലുള്ളത്? ആരെങ്കിലും ഈ കടലാസ് കാണുന്നെങ്കിൽ എനിക്ക് വയ്യ ഈ തള്ള ഇനി നോക്കാം, എനിക്കാവൂല, എനിക്ക് വേണ്ട ഈ ഉമ്മായി, ആരെങ്കിലും ഏറ്റെടുത്തോ, എവിടെങ്കിലും ഉണ്ടാക്കിക്കോ, ഞാൻ പോകുന്നു, ഗുഡ് ബൈ എന്ന് പറഞ്ഞു പോയത് എന്റെ പ്രിയപ്പെട്ടവരെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശാപമായി മാറിയൊരു മകനാണെങ്കിൽ ഇത് നിത്യസംഭവമായി മാറുകയാ. പ്രിയപ്പെട്ട പ്രായം ചെന്ന മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകാൻ ആലോചിക്കുന്ന മക്കൾ, വീട്ടിലാണെങ്കിൽ പുറത്തു കൊണ്ടുപോയി എവിടെങ്കിലും ആക്കിയ നാട്ടുകാരെന്തു പറയുമെന്ന് വിചാരിച്ച് വീട്ടിന്റെ ഏതോ ഒരു മൂലയിൽ ഒതുക്കപ്പെട്ടവർ, വേണ്ടതുപോലെ സ്വസ്ഥതയില്ലാത്തവർ, കൃത്യമായി മരുന്ന് ലഭിക്കാത്തവർ, കൃത്യമായി ആഹാരം ലഭിക്കാത്തവർ, അള്ളാഹു നമ്മളെ ഉമ്മ ഉപ്പമാർക്ക് സുരക്ഷിതത്വം കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇത് ചിന്തിക്കുമ്പോ ചില ആളുകൾ ചിന്തിക്കും, ഉസ്താദെ, പിന്നെ ഉമ്മയ്ക്ക് എന്താ എത്ര പവർ? വാപ്പയമ്മ ഒരുപോലല്ലേ? വാപ്പയമ്മ ഒരുപോലല്ലേ? ഉമ്മായിക്ക് ഇത്ര പവർ എന്താ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഈ റിപ്പോർട്ട് കൊണ്ടുവരികയാണ്, ഈ ഹദീസ് കൊണ്ടുവരികയാണ്. ഹബീബായ പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യനും കടന്നു വരുന്നു. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബതി, എന്റെ പരിചരണം കൊണ്ട്, എന്റെ കടമ കൊണ്ട്, എന്റെ സുഹൃത്ത് കൊണ്ട് ഞാൻ ആരോടാ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടിട്ടുള്ളത്? എന്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് കടമകളും കടപ്പാടുകളും ഉണ്ടല്ലോ നബിയേ, അതിൽ ഏറ്റവും കൂടുതൽ കടമ നിർവഹിക്കേണ്ടത് ആരോടാ? ഹബീബായ പ്രവാചകൻ രണ്ടു വട്ടം ആലോചിച്ചില്ല. ഹബീബായ പ്രവാചകൻ പറയുന്ന പോലെ, ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോട്. രണ്ടാമതാ സഹോദരൻ ചോദിക്കുന്നു, സുമ്മ മൻ യാ റസൂലല്ലാഹ്,
രണ്ടാമത്തെ പടി ആരുടെ പടിയാണ്? സുമ്മ ഉമ്മുക്ക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അപ്പോഴും ഉമ്മുക്ക, നിന്റെ മാതാവിനോട്. മൂന്നാമതും ചോദിക്കുന്നു ഖാല സുമ്മമൻ? ഖാല സുമ്മ ഉമ്മുക്ക. നാലാമത്തെ ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അബൂക്ക്, എന്റെ പ്രിയപ്പെട്ട വാപ്പയോടൊന്ന്. ആദ്യത്തെ 3 കടമകളുടെ പടവുകളും പറഞ്ഞത് പാവപ്പെട്ട പ്രിയപ്പെട്ട 10 മാസം ചുമന്ന ആ പ്രിയപ്പെട്ട മാതാവിനെ കുറിച്ചാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി. അല്ലാഹുവിന്റെ ഖുർആൻ വിശ്വാസമുള്ളവര്, റബ്ബിനെ കുറിച്ച് ചിന്തയുള്ളവര്, അല്ലാഹുവിന്റെ കൽപ്പനകൾ ആലോചിക്കുന്നവര്, അല്ലാഹു പറയുകയാ, ഉടമസ്ഥനായ അല്ലാഹു പറയുകയാ, വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാ, 15 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടായിട്ടും ഒരു വള്ളിപുള്ളി വിസർഗ വ്യത്യാസമില്ലാതെ മാലോകര മുഴുവനും അത്ഭുതത്തിന്റെ പാരാവാരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അല്ലാഹുവിന്റെ കലാമ് പറയുന്നു, മനുഷ്യരെ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, നിങ്ങളോട് അറിയിപ്പ് നൽകുന്നു. എന്താണെന്നറിയുമോ? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി. നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യം നിങ്ങൾ മറന്നു പോകല്ലേ. കാരണം എന്നിട്ട് മാതാപിതാക്കളുടെ കാര്യം ഒരുമിച്ച് പറഞ്ഞിട്ട് ഉമ്മാനെ മാത്രം എടുത്തു പറയുകയാ. ഹമലതുഹു ഉമ്മുഹു. ആ പ്രിയപ്പെട്ട മാതാവ് 9 മാസവും 14 ദിവസവും നിന്നെ ചുമന്നവളാ, ഗർഭം ചുമന്ന മാതാവുണ്ടല്ലോ. വഹിനൻ അലാ വഹിൻ, പ്രയാസത്തിന്റെ മേല് പ്രയാസത്തിലാ. റബ്ബിന്റെ ഖുർആൻ പറയുകയാ വഫിസാലുഹു ഫീ ആമൈൻ. 2 വർഷം അമൃതിനേക്കാൾ അമൂല്യമായ മുലപ്പാല് തന്നവളാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് ഖുർആൻ പറയുന്നു അനിഷ്കുറിലി വലിവാലിദൈക. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യടേ, നിങ്ങൾ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യടേ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഈ 3 കാര്യം ബാപ്പയ്ക്ക് കഴിയില്ല. ഈ 3 കാര്യം ചെയ്യുന്നത് പ്രിയപ്പെട്ട അമ്മയാണ്, ഉമ്മയാണ്, മാതാവാണ്. മക്കളെ, ആ ഗർഭാശയത്തിന്റെ അടയാളമില്ലാത്ത ആ ഉമ്മയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ആലോചിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ദുനിയാവിൽ അവന്റെ വയറ്റിൽ ഒരടയാളം കൊടുത്തിട്ടുണ്ട്. സർവ മനുഷ്യനും ഓപ്പറേഷൻ കണ്ടത് മാറ്റാൻ കഴിയില്ല. പൊക്കിൾ കൊടി ബന്ധം പൊന്നുപോരൂ. ആ പ്രിയപ്പെട്ട മാതാവിന്റെ വയറ്റിൽ കിടക്കുമ്പോ ഭൂമി പരിചയമില്ല. 4 മാസമായപ്പോ പടച്ച തമ്പുരാ റൂഹ് തരുമ്പോ നീ ആ ഗർഭാശയത്തിൽ രൂപപ്പെട്ടത് മുതൽ നിനക്കുള്ള അന്നവും അതാ ഭക്ഷണവും പാനീയങ്ങളും ഊർജവും രക്തവുമല്ല. എന്തിനേറെ പറയണം, നിനക്ക് വേണ്ടി കാഷ്ടിക്കുന്നത് വരെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. ആ ഉമ്മ നിനക്ക് അങ്ങനെ കണക്ട് ചെയ്യാ. അള്ളാഹു വെച്ചിട്ടുള്ള പൊക്കളുണ്ടല്ലോ, ആ പൊക്കള് മാറ്റാൻ ഒരു ഓപ്പറേഷനും കഴിയില്ല. ഒരു മാതാവ് ഒരു ആളിന്റെയും ആ പൊക്കളിന്റെ അടയാളം മാറ്റാൻ കഴിയില്ല. ആ പൊക്കളെന്ന് പറയുന്ന ആ അടയാളം എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ മനോഹരമാക്കിയ അല്ലാഹ് തബാറകല്ലാഹ് വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم
أنشأناه خلقا آخر فتبارك الله أحسن الخالقين. വളരെ മനോഹരമായ സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹ് എന്തിനാ പൊല്ലുപോലെ വയറ്റിൽ അങ്ങനെ ഒരു ചുളുങ്ങിയ അടയാളം തന്നത്? പൊല്ലുപോലെ നിന്റെ ഉമ്മാനെ ഓർക്കാലോ, നിന്റെ അമ്മമ്മയെ ഓർക്കാലോ, നിന്റെ മാതാവിനെ ഓർക്കാലോ. ആ അടയാളം എത്ര കാലം കഴിഞ്ഞാലും പോവില്ല. ഇതെന്റെ പ്രിയപ്പെട്ട മാതാവ് എനിക്ക് ഭക്ഷണം തന്ന അടയാളമോ, വയറ്റിന്റെ ഉള്ളിൽ വെച്ച് തന്നെ എന്നെ പരിപാലിച്ചതിന്റെ വലിയ അടയാളമാ. എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറ മറന്നു പോകല്ലേ. ഉമ്മ വിളിക്കുമ്പോ മടി കാണിക്കുന്ന പെള്ള്, ഉമ്മ വിളിക്കുമ്പോ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ, രോഗശയ്യയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പിതാവ് കിടക്കയിൽ കിടന്നൊന്ന് വിളിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോര് നിങ്ങളെടുത്തോ എനിക്ക് തിരക്കുണ്ട്, എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് സ്വർഗം തട്ടിത്തെറിപ്പിച്ചിട്ട് നരകം വിലക്ക് വാങ്ങുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ നിനക്കുമുണ്ട് ആ പൊക്കളിന്റെ അടയാളോ. ആ പ്രിയപ്പെട്ട മാതാവ് നിന്നെ പരിപാലിച്ചതിലുള്ള ഒരിക്കലും അയച്ചു കളയാൻ പറ്റാത്ത അടയാളം മറന്നു പോകണ്ട. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, അതിനുള്ള വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഇന്ന് 3 കാര്യത്തിലും ബാപ്പയ്ക്ക് റോളൊന്നുമില്ല. അല്ലാഹു നമ്മളെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ.